അന്യം നിന്നു പോകുന്ന താളിയോല എഴുത്ത് പുനരുജ്ജീവിപ്പിച്ച് റെക്കോർഡ് നേടിയിരിക്കുകയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി രമേശ് കുമാർ. 1 ഇഞ്ച് നീളവും വീതിയുമുള്ള താളിയോലയിൽ ഭാരതത്തിന്റെ ദേശീയഗാനം എഴുതിയാണ് രമേശ് നാടിന്റെ അഭിമാനമായത്. വന്ദേമാതരവും ദേശീയഗാനവും താളിയോലയിൽ എഴുതി പ്രധാനമന്ത്രിക്ക് നൽകാൻ കാത്തിരിക്കുകയാണ് രമേശ്. കാണാം ആ വിശേഷത്തിലേക്ക്. താളിയോലകൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്ന കാലത്താണ് താളിയോലകളുടെ പ്രസക്തിയും അവയെ പുനരുജ്ജീവിപ്പിക്കാനുമുള്ള തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി രമേശ് കുമാറിന്റെ പ്രയത്നം. ഈ പ്രയത്നമാണ് ഇന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ എത്തിയ രമേശിന്റെ യാത്ര. 1 ഇഞ്ച് നീളവും വീതിയുമുള്ള താളിയോലയിൽ 12 മിനിറ്റ് കൊണ്ട് എഴുതിയ ദേശീയഗാനത്തിനാണ് റെക്കോർഡ്. ഗുരുമുഖത്ത് നിന്നല്ല താളിയോലയിലെ എഴുത്തുപഠനം. നാരായം കണ്ടിട്ടുപോലുമില്ലാത്ത ഇദ്ദേഹം ഇപ്പോൾ 6 വർഷമായി താളിയോലയിൽ എഴുതുന്നു. കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നേട്ടത്തിന് പിന്നിലെന്നും രമേശ് പറയുന്നു. ഞാൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, ഈ എഴുതാനുള്ള നാരായവും കണ്ടിട്ടില്ല. താളിയോല ഞാൻ ആദ്യമായിട്ട് സരസ്വതി സ്തോത്രമാണ് എഴുതണത്. 7-8 വർഷമായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഹരിവരാസനം എഴുതി ദാസാറിന് കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചായിരുന്നു. ഇപ്പം ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുമുള്ള താളിയോലയിൽ ദേശീയഗാനം എഴുതി എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ പിന്തുണയാണ് നേട്ടത്തിന് വഴിയൊരുക്കിയത്. ഡ്രൈവറായി ജോലി നോക്കുന്ന ഇദ്ദേഹം രാത്രികാലങ്ങൾ എഴുത്തിനായി മാറ്റിവെക്കും. അച്ഛനിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കൊച്ചിലെ തൊട്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് അച്ഛൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്താറുള്ളതും രാത്രി ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് അച്ഛൻ രാത്രി ആഹാരം കഴിക്കാതെ ഇരുന്ന് എഴുതും. അത് നമുക്ക് ആ ഒരു റെക്കോർഡ് കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്, നമുക്ക് അഭിമാനത്തിലാണ് ഇപ്പോൾ അച്ഛനെ. സരസ്വതി സ്തോത്രം, ജ്ഞാനപ്പാന, ലളിതാ സഹസ്രനാമം ഉൾപ്പെടെ ഇതിനകം താളിയോലയിൽ എഴുതി. താളിയോലയിൽ എഴുതി തയ്യാറാക്കിയ വന്ദേമാതരവും ദേശീയഗാനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കാൻ കാത്തിരിക്കുകയാണ് രമേശ് കുമാർ. ജനം, തിരുവനന്തപുരം.